നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും ഇറാനും ഒടുവിൽ ചബഹാർ തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തിനായി 10 വർഷത്തെ ദീർഘകാല ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. മധ്യേഷ്യയുമായും യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങളുമായുള്ള രാജ്യത്തിൻ്റെ വ്യാപാര പദ്ധതികളുടെ സുപ്രധാന ഭാഗമാണ് കരാർ. ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡും ഇറാനിലെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനും ഒപ്പുവച്ച കരാർ പ്രകാരം 10 വർഷത്തേക്ക് ഇന്ത്യ തന്ത്രപ്രധാനമായ തുറമുഖമായ ഷാഹിദ് ബെഹെഷ്തി ടെർമിനൽ വികസിപ്പിക്കുകയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്യും. മറ്റൊരു രാജ്യത്തിൻ്റെ തുറമുഖം കൈകാര്യം ചെയ്യാനുള്ള ഇന്ത്യയുടെ ആദ്യ ശ്രമമാണിത്. പാകിസ്ഥാനിലെ കറാച്ചി, ഗ്വാദർ തുറമുഖങ്ങൾ ഉപയോഗിക്കാതിരിക്കാനാണ് ഇന്ത്യ ഒമാൻ ഉൾക്കടലിനോട് ചേർന്ന് ഇറാൻ്റെ തെക്ക് കിഴക്കൻ തീരത്തുള്ള ചബഹാറിൽ ഇന്ത്യ ഒരു തുറമുഖം നിർമ്മിക്കുന്നത്. ഇറാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും മറ്റു മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനുള്ള മാർഗമാണിത്. ഇന്ത്യയെ അഫ്ഗാനിസ്ഥാനുമായും മധ്യേഷ്യൻ രാജ്യങ്ങളുമായും ബന്ധിപ്പിക്കുന്ന ഒരു നിർണായക സാമ്പത്തിക പാതയാണിത്. ഈ ബന്ധം പ്രദേശത്തുടനീളമുള്ള വിതരണ ശൃംഖലയുടെ പ്രതിരോധം ശക്തിപ്പെടുത്തുകയും പുതിയ വ്യാപാര അവസരങ്ങൾ തുറക്കുകയും ചെയ്യും. ഇറാൻ്റെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചബഹാർ തുറമുഖത്ത് നിന്ന് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാകും. ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിൽ ഇതൊരു സുപ്രധാന ലിങ്കായി തീരും. ഈ ദീർഘകാല കരാർ അന്താരാഷ്ട്ര വ്യാപാരവും വാണിജ്യവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള പങ്ക് ഉറപ്പിക്കുകയും സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഗണ്യമായി ഉത്തേജിപ്പിക്കുകയും ചെയ്യും. റോഡ് റെയിൽ പദ്ധതിയായ INSTC വഴി തുറമുഖം ഇന്ത്യൻ ചരക്കുകൾക്ക് ലാൻഡ് ലോക്ക്ഡ് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ഒരു കവാടം തുറന്നു നൽകും. ചബഹാർ തുറമുഖം വഴി ഇന്ത്യ 2023 20,000 ടൺ ഗോതമ്പ് സഹായം അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചു. 2021 ചബഹാർ തുറമുഖം വഴി ഇറാൻ ഇന്ത്യയിൽ നിന്ന് പരിസ്ഥിതി സൗഹൃദ കീടനാശിനികളും സ്വീകരിച്ചിരുന്നു. ചബഹാർ തുറമുഖം പ്രയോജനപ്പെടുത്തി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും നേരിട്ടുള്ള ബന്ധം സൃഷ്ടിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ചബഹാറും മുംബൈയും തമ്മിലുള്ള ദൂരം 786 നോട്ടിക്കൽ മൈലാണ്. ഗുജറാത്തിലെ കണ്ടല തുറമുഖവും 550 നോട്ടിക്കൽ മൈലാണ്. ഇന്ത്യയും ഇറാനും ഇതൊരു സുപ്രധാന പ്രോജക്റ്റ് ഹബ്ബായാണ് വിഭാവനം ചെയ്യുന്നത്. ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, അർമേനിയ, അസർബൈജാൻ, റഷ്യ, മധ്യേഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ ചരക്ക് നീക്കം നടത്തുന്നതിനാണ് 7200 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന മൾട്ടി മോഡ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് INSTC രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചബഹാറുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി പരസ്പരം തിരിച്ചറിഞ്ഞ പദ്ധതികൾക്കായി $250 മില്യൺ തുല്യമായ ലോൺ വിൻഡോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേസമയം ഇറാനിലെ ഇന്ത്യൻ എംബസിയും IPGL $120 മില്യൺ തുറമുഖത്ത് ചെലവഴിക്കുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2016 ഒരു ഔപചാരിക 10 വർഷത്തെ കരാർ തയ്യാറാക്കിയിരുന്നെങ്കിലും ഇറാനെതിരായ ഉപരോധങ്ങൾ കാരണം അതെല്ലാം തടയുകയാണ് ഉണ്ടായത്. ഇടയ്ക്കിടയ്ക്ക് പുതുക്കിയ ഹ്രസ്വകാല ഇടപാടുകളിലൂടെ ഇന്ത്യ തുറമുഖത്ത് പ്രവർത്തിക്കുകയായിരുന്നു ഈ കാലയളവിലെല്ലാം. ജിയോ പൊളിറ്റിക്കൽ സംഭവങ്ങൾ കാരണം പദ്ധതിയുടെ അസ്ഥിരത സാമ്പത്തിക വിദഗ്ധരെയും ഷിപ്പർമാരെയും തുറമുഖ വികസന പദ്ധതിയിലേക്ക് സംഭാവന ചെയ്യാൻ ഒരു തടസ്സമായിരുന്നു. ഇവിടെയാണ് സർക്കാരിൻ്റെ ദീർഘകാല സഹായത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നത്. വിതരണ ശൃംഖലയിൽ ഈ കരാറിൻ്റെ നേട്ടങ്ങൾ ദീർഘകാലത്തിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നു. ചബഹാറിലെ ഇന്ത്യയുടെ സുസ്ഥിരമായ ഇടപെടൽ ആഗോള വിതരണ ശൃംഖലയിൽ അതിൻ്റെ പങ്ക് വർദ്ധിപ്പിക്കുകയും മേഖലയിലെ ഇന്ത്യൻ വ്യാപാരത്തിൻ്റെ നങ്കൂരമെന്ന അതിൻ്റെ നിലയിലുള്ള അതിൻ്റെ പങ്ക് അടിവരയിടുകയും ചെയ്യുന്നു. വാണിജ്യ താൽപ്പര്യങ്ങൾക്കപ്പുറം പ്രാദേശിക വികസനത്തെ പിന്തുണയ്ക്കാനുള്ള പ്രതിബദ്ധത ആവർത്തിച്ചുറപ്പിച്ച് മാനുഷിക സഹായ കയറ്റുമതിക്കായി ഇന്ത്യ തുറമുഖം ഉപയോഗിക്കും. ഇപ്പോൾ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം സർക്കാരിനെ പുതിയ ഇടപാടുകളുടെ പ്രഖ്യാപനം നടത്തുന്നതിൽ നിന്നും വിലക്കുമ്പോൾ വിദേശകാര്യ മന്ത്രാലയം ചബഹാർ തുറമുഖ കരാറിൽ ഒപ്പിടാൻ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും പ്രത്യേക അനുമതി നേടിയതായും റിപ്പോർട്ടുണ്ട്. തുറമുഖത്ത് ഇന്ത്യ ഉപകരണങ്ങളും യന്ത്രങ്ങളും വാങ്ങുമെന്ന് കരാറിൽ വ്യക്തമാക്കുന്നു. ഇതുവരെ $25 ദശലക്ഷം വിലമതിക്കുന്ന 6 മൊബൈൽ ഹാർബർ ക്രെയിനുകളും മറ്റു ഉപകരണങ്ങളും ഇന്ത്യ ഏറ്റെടുക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്ഷണൽ ട്രാൻസിറ്റ് റൂട്ട് ഉള്ളതിനൊപ്പം അതിൻ്റെ വ്യാപാര പ്രവാഹം വിപുലീകരിക്കുന്നതിലൂടെയും ചബഹാർ തുറമുഖത്തിൻ്റെ പ്രയോജനകരമായ സ്ഥലത്ത് നിന്ന് ഇന്ത്യക്ക് പ്രയോജനം നേടാനാകും. 10 വർഷത്തേക്കാണ് കരാറെങ്കിലും പരസ്പര സമ്മതത്തിലൂടെ ഇത് കൂടുതൽ നീട്ടാനാകും. ഇളവുകളെ അടിസ്ഥാനമാക്കിയുള്ള തുറമുഖ കരാറുകളിലെ ഒരു പൊതുവ്യവസ്ഥയായ മിനിമം ഗ്യാരണ്ടി ട്രാഫിക് ഇറാൻ അഭ്യർത്ഥിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇറക്കുമതി വഴികൾ വൈവിധ്യവൽക്കരിച്ചും മധ്യേഷ്യയിൽ പുതിയ വിപണികൾ തുറന്നും അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചും വിവിധ സ്രോതസ്സുകളിലൂടെ ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിച്ചും ഭൗമരാഷ്ട്രീയ നേട്ടങ്ങൾ വഴിയും ചബഹാർ തുറമുഖം ഇന്ത്യയിൽ എണ്ണവാതക വ്യവസായത്തിന് തന്ത്രപരമായ നേട്ടങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് വ്യാപാര നികുതി രംഗത്തെ വിദഗ്ധർ വിശ്വസിക്കുന്നു.
പരമ്പരാഗത വഴികൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട അപകട സാധ്യതകൾ കുറയ്ക്കാനും ഊർജ്ജ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഊർജ്ജത്തിൻ്റെ സ്ഥിരമായ വിതരണം ഉറപ്പുവരുത്താനും മധ്യേഷ്യൻ മേഖലകളിൽ സാന്നിധ്യം അറിയിക്കാനും ഇന്ത്യക്ക് ഇതിലൂടെ കഴിയും.